നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു, സഞ്ജീവനി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് വാസ്കുലർ സർജനാണ്. കാലിലെ വ്രണങ്ങൾ, എൻ്റെ കാലിൽ വരുന്ന വ്രണങ്ങൾ വെരിക്കോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്രണങ്ങളാണോ എന്ന് പല ആളുകളും ചോദിച്ചു വരാറുണ്ട്. ഒരുപാട് വർഷം കാലിൽ വ്രണമായിട്ട് അൾസറായിട്ട് നടന്നതിന് ശേഷം ഈ രോഗം വെരിക്കോസിൻ്റെ രോഗമാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വെരിക്കോസിൻ്റെ രോഗമാണെന്ന് സംശയിച്ചാണ് നമ്മുടെ അടുത്ത് വരാറ്. എപ്പോഴാണ് നമ്മൾ വെരിക്കോസ് അൾസർ എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ മുമ്പ് തന്നെ വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങളോടുകൂടി വരുന്ന രോഗികൾ, പ്രത്യേകിച്ചും ഈ വ്രണം വരുന്നതിന് മുമ്പായിട്ട് കാലിൽ ക്രമാതീതമായിട്ടുള്ള കഴപ്പ്, നീര്, വേദന, നിറവ്യത്യാസം, ചില ആളുകളിൽ ചൊറിച്ചിലിൻ്റെ ശേഷം സ്കിന്നിൽ ചേഞ്ചസ് ഉണ്ടായി തുടങ്ങുക, സ്കിൻ പൊട്ടിത്തുടങ്ങുക, വെള്ളം ഡിസ്ചാർജ് വന്നു തുടങ്ങുക, അതിനുശേഷം അത് വ്രണമായി മാറുക, ഈ വ്രണം കരിയാതിരിക്കുക, പല സാധാരണഗതിയിലുള്ള പല ട്രീറ്റ്മെൻറ്റുകളും ആൻറ്റിബയോട്ടിക്കുകളും ഡ്രസ്സിങ്ങുകളും ഒക്കെ ചെയ്തതിന് ശേഷവും കരിയാതിരിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് സാധാരണഗതിയിൽ രോഗികൾ നമ്മുടെ അടുത്ത് വരാറുള്ളത്. അപ്പോൾ വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്രണങ്ങളാണെന്നുണ്ടെങ്കിൽ കഴിവതും ഈ രോഗമാണെന്നുണ്ടെങ്കിൽ കഴിവതും ഈ വ്രണങ്ങളുടെ അവസ്ഥ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു വാസ്കുലർ സർജനെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഈ വ്രണങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം പ്രത്യേകിച്ചും കാണേണ്ട ഒരു കാര്യം, കാലിൻ്റെ കണ്ണയുടെ ഭാഗത്ത് ഉള്ള വലിയ മുറിവുകൾ, പ്രത്യേകിച്ച് ആഴത്തിലുള്ള മുറിവുകളല്ല, സാധാരണഗതിയിൽ പരന്ന വലിയ വലിപ്പത്തിലുള്ള മുറിവുകളായിട്ടാണ് വെരിക്കോസിൻ്റെ വ്രണങ്ങൾ സാധാരണ കാണാറ്. ഇതിന് ചുറ്റുപാടും കറുത്ത നിറത്തിലുള്ള കട്ടിയായിട്ടുള്ള തൊലി കാണാറുണ്ട്. നമ്മൾ മെഡിക്കൽ ടെർമിൽ ലൈപ്പോഡെർമറ്റോസ്ക്ലിറോസിസ് എന്ന് പറയും. ഈ ലൈപ്പോഡെർമറ്റോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന കറുത്ത തൊലിയുടെ മധ്യത്തിലായിട്ടാണ് സാധാരണഗതിയിൽ വെരിക്കോസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വ്രണങ്ങൾ കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന രോഗികൾ നമ്മൾ പരിശോധിച്ചതിന് ശേഷം വെരിക്കോസ് ആണെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ സ്കാനിങ്, ഡോപ്ലർ എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചികിത്സ എന്താണെന്ന് തീരുമാനിക്കുന്നു. പലപ്പോഴും ഈ രോഗികൾക്ക് നമ്മൾ ഇനിഷ്യലി തുടങ്ങുന്നത് പ്രത്യേകതരം ബാൻഡേജിങ് ആയിരിക്കും. ഈ വ്രണം കരിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട്, കരിയുന്ന അവസ്ഥയിൽ എത്തിച്ച വ്രണത്തിന് നമ്മൾ വെരിക്കോസിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള സർജറിയോ ലേസർ ചികിത്സയോ ഇഞ്ചക്ഷനോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ വെരിക്കോസ് അൾസർ ആയിട്ട് വരുന്ന രോഗികൾ അത്യാവശ്യമായിട്ട് ഒരു വാസ്കുലർ സർജനെ കണ്ട് അത് വെരിക്കോസ് അൾസർ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതും അതിന് മുന്നോടിയായി അതിനു വേണ്ട ചികിത്സകൾ തേടേണ്ടതുമാണ്.